ഗണപതി വട്ടം എന്ന പേരിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സർ ഇവിടെ കുറച്ച് ചരിത്രം സൂചിപ്പിക്കുകയും ചെയ്തു. ഗണപതി വട്ടം ആക്കുമോ എന്ന ചോദ്യത്തിൽ തന്നെ തുടങ്ങാം. കെ സുരേന്ദ്രൻ ഇതിനകം തന്നെ ഗണപതി വട്ടം ആക്കിക്കഴിഞ്ഞു. അത് ജയിച്ചാലും ഇല്ലെങ്കിലും ഗണപതി വട്ടം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുകയാണ്. നാളത്തെ പ്രചാരണം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഗണപതി വട്ടത്താണ് തുടങ്ങുന്നത്. ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് രാവിലെ 9:45 കെ സുരേന്ദ്രന്റെ പ്രചാരണം തുടങ്ങുന്നത്. അപ്പോൾ ഗണപതി വട്ടം എന്നായിരിക്കും ഇനി അങ്ങോട്ട് പ്രചാരണത്തിലുടനീളം ഉപയോഗിക്കാൻ പോകുന്നത്. താൻ മുൻപും പറഞ്ഞിരുന്നത് ഗണപതി വട്ടം എന്നാണ് എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. അപ്പോൾ അത് കൃത്യമായി ആലോചിച്ചുറപ്പിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയി തന്നെയാണ് ഞാൻ കരുതുന്നത്. സുൽത്താൻ ബത്തേരി ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഞാൻ എടുത്ത് പരിശോധിച്ചു. ആ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രേക്ഷകർക്കും പരിശോധിക്കാവുന്നതാണ്. ഔദ്യോഗിക വെബ്സൈറ്റിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നത് വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ 2 കാലഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. എങ്ങനെയാണ് ഈ എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ വയനാട്ടിൽ ആദ്യമായി ഒരു റവന്യൂ സെറ്റിൽമെന്റ് വരുന്നത്, അതേക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ വയനാട് റവന്യൂ സെറ്റിൽമെന്റ് തലശ്ശേരി സബ് കളക്ടറായിരുന്ന TH ബാലനാണ് അതിന് തുടക്കം കുറിക്കുന്നത്. HS ഗ്രാമയുടെ ഒരു റിപ്പോർട്ട് കൂടി അവൈലബിൾ ആണ് പബ്ലിക് ഡൊമൈനിൽ. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്ന ഡിവിഷനുകൾ, ആ ഡിവിഷനുകളുടെ പേരുകൾ ഇങ്ങനെ പോകുന്നു: മുന്നനാട്, മുത്തൂർനാട്, ഇളങ്കൂർനാട്, നല്ലൂർനാട്, ഇടനാശങ്കൂർ, പോരന്നൂർ, കുറുമ്പാല, വയനാട്, നമ്പിക്കൊല്ലി, ഗണപതി വട്ടം. അപ്പോൾ വൺ ഓഫ് ദി ഡിവിഷൻസ് അത് ഗണപതി വട്ടമാണ് എന്നുള്ളത് ഈ HS ഗ്രാമയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഭരണ സൗകര്യത്തിന് വേണ്ടി പുതിയ അംശങ്ങളായി വിഭജിക്കുന്നു. ഗണപതി പാളയം എന്ന സ്ഥലത്ത് പോലീസ് പിക്കറ്റിംഗ് നടന്നുവെന്ന് ബ്രിട്ടീഷ് കാലത്തെ രേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗണപതി പാളയം, ഗണപതി വട്ടം അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ എക്സിസ്റ്റ് ചെയ്ത ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗണപതി വട്ടം സുൽത്താൻ ബത്തേരിയായി മാറിയത്? ഹൈദരലിയുടെയും ടിപ്പുവിന്റെയും ഒക്കെ പടയോട്ട കാലത്ത്, നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ആ പടയോട്ട കാലത്താണ് ഈ പറയുന്ന ഗണപതി വട്ടം സുൽത്താൻസ് ബാറ്ററി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു സുൽത്താൻ ബത്തേരിയായി. അപ്പോൾ അതിന് മുൻപുള്ള പേര് ഗണപതി വട്ടമാണ്. ആ പേര് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകളെ ആ പ്രദേശത്ത് പോയാൽ കാണാൻ കഴിയുകയും ചെയ്യും. ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെയുള്ള ഗണപതി ക്ഷേത്രമാണ്. ആ ഗണപതി ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അല്ലാതെ നേരത്തെ സർ കോട്ട് ചെയ്തതുപോലെ 1970-കളിലൊന്നുമല്ല ആ ഗണപതി ക്ഷേത്രം നിലവിൽ വന്നത്. അതിന്റെ പഴയ ചിത്രങ്ങളടക്കം അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഈ ഗണപതി ക്ഷേത്രത്തിൽ 12-ാം നൂറ്റാണ്ടിലാണ് ഈ ഗണപതി ക്ഷേത്രം നിർമ്മിച്ചത്. അതിൻ്റെ പുനർനിർമ്മാണമാണ് ഈ പറയുന്ന സർ കോട്ട് ചെയ്ത ആൾ കണ്ടിട്ടുണ്ടാവുക. അതിൻ്റെ പുനർനിർമ്മാണമാണ് 1972-ലാണ് ഈ പറയുന്ന ഗണപതി വട്ടത്തെ ഗണപതി ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുന്നത്. അത് കോട്ടയം രാജവംശ ഭരണാധികാരികൾ 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച് നടത്തിയിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ 12-ാം നൂറ്റാണ്ട് മുതൽ നോക്കണം, ഈ പറയുന്ന 1972 വരെ കിടന്നിരുന്ന ആ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുകയാണ്. ആ പുനർനിർമ്മിച്ച ഗണപതി ക്ഷേത്രം ഇപ്പോഴും ആ ഭാഗത്ത് തന്നെയുണ്ട്. അത് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആ നാമമുള്ള സ്ഥലത്തിന്റെ സെന്റർ പോയിന്റ് ആയിട്ട് തന്നെയാണ് ആ ക്ഷേത്രം നിൽക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിന്റെ കൈവശമായിരുന്നു ആ പ്രദേശത്തെ ഭൂരിഭാഗം ഭൂമി. അതുകൊണ്ട് കൂടിയാണ് അത് ഗണപതി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള, ഗണപതി പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള വട്ടം ചുറ്റുമുള്ളത് എന്ന അർത്ഥത്തിലാണ് വട്ടം എന്ന് ഉപയോഗിച്ചിരുന്നത്. പിന്നെ കുലശേഖര രാജവംശകാലത്ത് സർ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി പിന്നോട്ട് പോവുകയാണ് ഞാൻ. അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് പുരക്കിഴ രാജാക്കന്മാരുടെ കയ്യിലാണ്. അപ്പോൾ ആ കുലശേഖര രാജവംശകാലത്ത് ഈ കേരളത്തിലെ ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തെ പുരക്കിഴ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ടിപ്പു സുൽത്താന്റെ വരവോടെയാണ് പുരക്കിഴ എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ പറയട്ടെ. അപ്പോൾ ഈ പുരക്കിഴക്ക് ശേഷം ടിപ്പു സുൽത്താന്റെ വരവോടെ ഈ ഗണപതി വട്ടം മാറി സുൽത്താൻ ബത്തേരിയാകണം. ടിപ്പു സുൽത്താനൊക്കെ പോയി സാറേ, ഇനി എന്തിനാണ് നമുക്ക് ബത്തേരി? ഗണപതി വട്ടത്തിലേക്ക് ഞാൻ പറയട്ടെ, ഗണപതി ഇവിടെയുണ്ട്, സ്റ്റിൽ എക്സിസ്റ്റ്. ഗണപതി മിത്താണോ എന്ന് ചോദിച്ചവരൊക്കെ മുട്ടുമടക്കി പോയ ചരിത്രമുള്ള കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഗണപതി വേണോ അതോ സുൽത്താൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഒരു കാസ്റ്റും ക്രീഡും കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഡിവിസീവ് പൊളിറ്റിക്സ് കളിക്കാനാണ് PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ളവർ ശ്രമിക്കുന്നത്. അതെന്തായാലും നടക്കില്ല. സുൽത്താന്റെ ബാറ്ററി വേണോ അതോ ഗണപതി ക്ഷേത്രത്തിന് വട്ടത്തിലുള്ള പ്രദേശത്തെ ഗണപതി വട്ടം എന്ന് വിളിക്കണോ എന്നുള്ളത് ആ നാട്ടുകാരുടെ ചോയ്സാണ്. അവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും വിളിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഇവിടെ ജനിച്ചു വളർന്ന് നമ്മുടെ ഇവിടെ വളർന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അടിച്ചമർത്താൻ വന്നയാളാണ്, കീഴടക്കാൻ വന്നയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പേരിലാണോ നമ്മുടെ ഒരു പ്രദേശം, നമ്മുടെ ഒരു ഭൂവിഭാഗം അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കുടകിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്ത ടിപ്പുവിനെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമെന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്ന സ്ഥലം കൂടിയാണ് വയനാട്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സുൽത്താൻ ബത്തേരി എന്ന് വിളിക്കുന്നത് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ പെർഫെക്റ്റ് ചോയ്സ്. പക്ഷേ കെ സുരേന്ദ്രന് അങ്ങനെയല്ല. കെ സുരേന്ദ്രൻ ഈ നാടിനോടാണ് കൂറ്, നാട്ടുകാരോടാണ് കൂറ്. അതുകൊണ്ട് കെ സുരേന്ദ്രൻ ഗണപതി വട്ടം എന്ന് പറയുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഗണപതി വട്ടത്ത് സ്ഥാനാർത്ഥി പര്യടനം നടത്തിക്കൊണ്ട് ഗണപതി വട്ടം ആക്കുമെന്ന് പറഞ്ഞത് അത് ജയിക്കുന്നതിന് മുമ്പ് തന്നെ ആക്കി കഴിഞ്ഞിരിക്കുന്നു കെ സുരേന്ദ്രൻ എന്നുള്ളതാണ് എൻ്റെ ഫൈനൽ ടേക്ക്.
ഞാൻ നേരത്തെ പറഞ്ഞ കെ എൻ കുറുപ്പിൻ്റെതെന്ന് വെച്ചാൽ അദ്ദേഹം 1973 സന്ദർശിച്ചപ്പോൾ അതിൻ്റെ 4 ഭാഗത്തുള്ള കൊത്തുപണിയും ചിത്രങ്ങളും ബോധ്യപ്പെടുത്തിയെന്നാണ്. അല്ലാതെ 1973 മുതൽ എന്തെങ്കിലും സംഭവിച്ചു എന്നല്ല. 73 തന്നെ അദ്ദേഹം അവിടെ പോവുകയും അത് ഒരു ജൈനക്ഷേത്രമായിരുന്നു മുൻകാലങ്ങളിൽ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ്. പിന്നെ ആത്യന്തികമായി ഇത്രയേ ഉള്ളൂ സുജിയ, ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിൽ ചോര തന്നെ കൊതുകിന് കൗതുകം. അതെ അതെ, ഞാനത് പറയാൻ വരികയായിരുന്നു. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കി. സാർ പറഞ്ഞ ഈ യാത്രാ ദുരിതത്തെക്കുറിച്ച് കെ സുരേന്ദ്രൻ പറഞ്ഞു. ആരും ഒരു സൗണ്ട് ബൈറ്റ് പോലും കൊടുത്തില്ല. റെയിൽവേ ആവശ്യകതയെക്കുറിച്ച് കെ സുരേന്ദ്രൻ 2-3 ദിവസം മുമ്പ് പറഞ്ഞു. അതും സൗണ്ട് ബൈറ്റ് ആയിട്ട് പോകുന്നത് കണ്ടില്ല. അതുപോലെ ഈ ആദിവാസികളുടെ ദുരവസ്ഥയെക്കുറിച്ച്, വയനാട്ടിലെ വന്യമൃഗശല്യം, തോട്ടം തൊഴിലാളികൾ, വയനാട്ടിൽ ടൂറിന് വരുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അതെല്ലാം വലിയ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ക്യാമ്പയിനിലുടനീളം. അതൊന്നും വാർത്തയാകുന്നില്ല. ഗണപതി വട്ടം ചാടിപ്പിടിച്ചു. അത് തന്നെയാണ് സാർ, ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അപ്പോൾ ആ ചോര കുടിക്കുന്ന കൊതുക് ആരാണെന്നുള്ളതാണ് നമ്മൾ ഇനി ഐഡന്റിഫൈ ചെയ്ത് പറയേണ്ടത്. അതെ, പിന്നെ ഇരുമുടിക്കെട്ട് താഴെ ഇടുന്ന അതേ സുരേന്ദ്രൻ തന്നെയാണ് സാർ. 283 കേസുണ്ട്. അതേ മനോഭാവം എന്തൊക്കെ ഈ ഇലക്ഷനിൽ കാണേണ്ടി വരുമെന്നാണ്. അപ്പോൾ എന്തായാലും ഗണപതി വട്ടം എന്നാക്കി പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. ചോര വലിച്ചു കുടിക്കുന്ന കൊതുകുകളെ കണ്ടാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാ സാർ അത്? എനിക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഗണപതി വട്ടം ആക്കുമോ എന്ന ചോദ്യത്തിന് ആക്കി കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ ഈ സുൽത്താൻ ബത്തേരിന്റെ അകത്ത് ഇപ്പൊ ഗണപതിയായിട്ടാക്കാണ് ചെയ്താൽ മൊത്തത്തിൽ ഗണപതി വട്ടം എന്നുള്ളത് അതൊരു എക്സിസ്റ്റ് ചെയ്യുന്ന പേരാണ്. അത് ആരും പ്രത്യേകിച്ച് ആക്കേണ്ടതില്ല. MP ആയി കഴിഞ്ഞു. മുനിസിപ്പാലിറ്റി അല്ലേ അവിടെ ഉള്ളത്? അപ്പോൾ അതിൽ ബത്തേരി മുനിസിപ്പാലിറ്റി, ഒന്ന് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് ഗണപതി വട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ യെസ് പറഞ്ഞത്. ഇവർ രണ്ടുപേരും നോ. Meet the editors.